എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ധീമഹി ചാനലിലേക്ക് സഹർഷം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 151-ാമത്തെ നാമമാണ് വിശകലനം ചെയ്തത്. ഇന്ന് നമ്മൾ 152-ാമത്തെ നാമം ആണ്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിഷ്കാരണ എന്നാണ് ആ നാമം. അതിനെ നമ്മൾ മന്ത്രരൂപത്തിൽ പറയുമ്പോൾ ഓം നിഷ്കാരണായൈ നമഃ എന്നാണ് ഉദ്ദേശിക്കുക. നിഷ്കാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാവും. ദർ മസ്റ്റ് ബി ഒരു കോസ് ഫോർ എവറിത്തിങ് വിച്ച് ഹാപ്പൻസ് ഇൻ ദിസ് യൂണിവേഴ്സ്. നിഷ്കാരണ. കാരണം ദേവിയാണെങ്കിൽ ദേവിക്ക് കാരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേവി സകലതിനും കാരണമായതുകൊണ്ട് ദേവിക്ക് മറ്റൊരു കാരണത്തിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ആരും ജനിപ്പിക്കാത്ത പരമാത്മാവാണ്, ഏതിനും കാരണഭൂതയാണ് ദേവി. ഈ ജീവനും കാരണമുണ്ടാവുന്നത് പരമാത്മാവാണ്. പരമാത്മാവ് കാരണമാണ് ജീവൻ. അപ്പോൾ ജീവൻ്റെ മുകളിലും പരമാത്മാവിൻ്റെ മുകളിലും, അതായത് പരമാത്മാവിൻ്റെയൊക്കെ മുകളിലൊന്നും ഇല്ല എന്നർത്ഥം. കാരണം പ്രത്യേകമായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല, ഒരു കോസറ്റീവ് ഫാക്ടർ അവിടെ ഇല്ല എന്നർത്ഥം. അപ്പോൾ എല്ലാത്തിനും കാരണഭൂതയായ സകലതിനും കാരണമായിട്ടുള്ള ദേവി, ആ ദേവിക്ക് വേറൊരു കാരണവസ്തുവില്ല. അതുകൊണ്ടാണ് നിഷ്കാരണ എന്ന ദേവിയെ വിളിക്കുന്നതെന്നർത്ഥം. കാരണം പ്രപഞ്ചത്തിന് കാരണമായുള്ളവളാണ് ദേവി എന്നാണ്. അതുകൊണ്ട് അവളെ നിത്യ എന്ന് വിളിക്കുന്നുണ്ട്. അനാദിയായിട്ടുള്ളവൾ, എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് അവളിൽ നിന്നാണ്. ബ്രഹ്മരൂപിണിയാണ് ദേവി. അപ്പോൾ അതുകൊണ്ട് നിഷ്കാരണയാണെന്നർത്ഥം. ഈ നിഷ്കാരണ എന്ന് പറഞ്ഞ പദത്തിനെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക, അതിനെ രണ്ടായി നോക്കാം. അതായത് അതിനെ ശരിക്കും നമ്മൾ ഒന്നുകൂടെ നിഷ് എന്ന് പറയുന്ന പദത്തെ എടുക്കുകയാണെങ്കിൽ അധികം എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ കാരണജലം എന്നാണ് അർത്ഥം. അപ്പോൾ അധികമായിട്ടുള്ള കാരണജലം. ഈ കാരണജലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹസ്രാര പത്മം അറിയാമല്ലോ. നമ്മുടെ ഷഡാധാര ചക്രങ്ങളിൽ ഏറ്റവും മുകളിലുള്ള ചക്രമാണ് ഈ നമ്മുടെ സഹസ്രാര പത്മം എന്ന് പറയും. 1000 വിതലകളിലുള്ള ഒരു സ്വർണ്ണ താമര, അതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ അവിടെയാണ് സദാശിവൻ വിരാജിക്കുന്നത്. എപ്പോഴും മംഗളസ്വരൂപനായിട്ട് വിരാജിക്കുന്ന സാക്ഷാൽ സദാശിവൻ, സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അവിടെയാണ് വിരാജിക്കുന്നത്. ഹീസ് ദെയർ ഓൺലി. അപ്പോൾ താഴെ നിന്ന കുണ്ടലിനി എന്ന് പറയുന്ന സർപ്പിളാകൃതിയിലുള്ള 3 ചുറ്റുവളയത്തിൽ അത്യുജ്വലമായിട്ടുള്ള പ്രഭ ചൊരിഞ്ഞുകൊണ്ട് 3 ചുറ്റുവളയത്തിൽ വാക്യുള്ളിൽ വാലാക്കി മുഖേന പുച്ഛം സംഗൃഹ്യ ബ്രഹ്മരന്ധ്ര സമന്വിത എന്ന യോഗകുണ്ടലിനി ഉപനിഷത്തിൽ പറയുന്ന സാക്ഷാൽ ഈ ദേവി അഥവാ ഈ സർപ്പിളാകൃതിയിലുള്ള നമ്മുടെ ദേവി, അതായത് കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിവിശേഷം എല്ലാ ആധാരങ്ങളെയും ഭേദിച്ച് അവസാനം സഹസ്രാരത്തിൽ വന്ന് ചേരും എന്നാണ് പറയുന്നത്. സഹസ്രാരത്തിൽ വന്ന് സദാശിവനുമായിട്ട് സംഗമിച്ച് രമിച്ച് നമ്മുടെ ശരീരത്തിലുള്ള 72,000 നാഡികളിലൂടെ അമൃതസേചനം സംഭവിക്കുന്നു എന്നാണ് യോഗശാസ്ത്രം പറയുന്നത് എന്നർത്ഥം. അപ്പോൾ താഴെ മൂലാധാരം, അതേപോലെ തന്നെ അതിന് മുകളിലുള്ള ആധാരചക്രങ്ങൾ, എല്ലാ ചക്രങ്ങളും ഭേദിച്ച് ആ ചക്രങ്ങളൊക്കെ തന്നെ ഭേദിച്ച് മുകളിൽ വന്ന സഹസ്രാരത്തിൽ മരുവുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരനുമായിട്ട് സംഗമിക്കുന്ന ഈ ശക്തിവിശേഷം, അത് സഹസ്രാരത്തിലെ പത്മാടവിയിൽ സ്ഥിതി ചെയ്യുന്ന, അവിടെ പത്മാടവിയിൽ വന്നിരുന്ന് കാരണമാകുന്ന അമൃതം ആഹരിക്കുന്നു എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ സാക്ഷാൽ ബ്രഹ്മരൂപിണി അവിടെ ചെന്ന് ഈ അമൃതം ആഹരിക്കുകയാണ്. പത്മാടവിയിൽ സ്ഥിതി ചെയ്ത് അമൃതം ആഹരിക്കുകയാണ്. അവിടെ വളരെയധികം കാരണജലം ആഹരിക്കുന്നു എന്നാണ് ഒരു സങ്കല്പം. അതുകൊണ്ട് നിഷ്കാരണ എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും കാരണഭൂതയായിട്ടുള്ള സാക്ഷാൽ ശ്രീദേവി തന്നെയാണ്. അവർക്ക് വേറെ കാരണം ആവശ്യമില്ല. ഷീ ഡസ് നോട്ട് റിക്വയർ എനി കോസ് അറ്റ് ഓൾ. മനസ്സിലായില്ലേ? She herself is the causative factor for almost everything in the universe. Almost everything എന്നല്ല, everything in the universe, and no exceptions. അപ്പോൾ നിഷ്കാരണ എന്ന് പറഞ്ഞാൽ അപാരമായ ശക്തിയുടെ സ്രോതസ്സാണ്, സകലതിനും കാരണഭൂതയായിട്ടുള്ളവളാണ് ഈ ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിഷ്കാരണ എന്ന 152-ാമത്തെ നാമം ദേവിയെ ദ്യോതിപ്പിക്കുന്ന ഒരു നാമമാണ്. ഓം നിഷ്കാരണായൈ നമഃ എന്ന് നിരന്തരമായിട്ട് നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നാൽ അപാരമായിട്ടുള്ള ശക്തിവിശേഷം
നമുക്ക് പിന്നെ സമാഹരിക്കാൻ പറ്റും. എല്ലാവരും ഓം നിഷ്കാരണയായി നമ എന്ന് പിന്നെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് കൂടി ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ 153 നാമം നിഷ്കളങ്ക എന്ന് പറയുന്ന നാമം നമുക്ക് സസൂക്ഷ്മം വിശകലനം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.